ഇപ്പോൾ ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഈ ഒരു അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ തലയ്ക്കുമേൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു ആരോപണങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഈ അയ്യപ്പ ഭക്തരെ അടക്കം കൂടെ നിർത്താൻ ആണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ഒരു ആരോപണം, അതൊക്കെയാണ് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്? ശബരിമല ഒരു ക്ഷേത്രവും ആ തീർത്ഥാടനം എന്ന് പറയുന്നത് യുണീക്കാണ്. ലോകത്തിലെ ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു ക്ഷേത്രം, ഇതിലും കൂടുതൽ ആളുകൾ വരുന്ന ക്ഷേത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ലോകത്തിൽ പിന്നെ ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം സീസണിൽ ജനങ്ങൾ തീർത്ഥാടകരായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നു. അത് തന്നെയല്ല ശബരിമലയ്ക്ക് വേറെ പ്രത്യേകത, ഒരു ജാതിയും മതവും ഇല്ലാതുകൊണ്ട് ഏതൊരു വ്യക്തിക്ക് ഇരുപടി കെട്ട് തലയിൽ എന്തിയാല് അവിടെ ജാതിമത ഭേദമന്യേ പിന്നെ ശബരിമല 18 പടി കയറി ദർശിക്കാം. അതല്ലാത്തവർക്കാണ് 18 പടിക്ക് കയറാൻ പാടുന്നത് മാത്രമുള്ള അപ്പുറത്തെ വശത്തോട് പോയാൽ ഈ ദർശനം ഇങ്ങനെ മതേതരമായ ഒരു സങ്കല്പം, പ്രത്യേകിച്ച് എരുമേലി അതുപോലെ തന്നെ വാവര് സ്വാമിയുടെ പിന്നെ അവിടെ ഇങ്ങനെയുള്ളൊരു ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാനമാണ്. കാരണം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ലോക മാതൃകയാണ്. അവിടം ലോകത്തിലെ ഏറ്റവും നല്ലൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മുഴുവൻ ഭക്തജനങ്ങളും അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ SNDP NSS പോലെയുള്ള ഹൈന്ദവ സമുദായ സംഘടനകൾ അതിന് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിൽ മോശമായ രീതിയിലുള്ള ചിത്രീകരണവും സർക്കാരിനെ ജനങ്ങളെ പിന്നെ അടുപ്പിക്കാനോ അല്ലെ വോട്ട് കിട്ടാനുള്ള തന്ത്രമാണെന്നൊക്കെ പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും മോശമായ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ജനങ്ങൾ കണക്കിലെടുക്കത്തില്ല. സ്വാഭാവികമായിട്ടും ഇതുവരെ ഒരു ഗവൺമെന്റിന് തോന്നാത്ത നല്ലൊരു സംഭവം അത് തന്നെയല്ല. പമ്പ സംഗമമാണ് നേരത്തെ ഉണ്ട്. 2018 വരെ പമ്പ സംഗമമാണ് നടത്തിക്കൊണ്ടിരുന്ന ഏരിയയാണ്. പിന്നെ അവിടെ വരുന്നവരെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട്. 3000 പേർക്ക് ഡയറക്റ്റ് ആയിട്ടും 3000-ഓളം ആൾക്ക് വെർച്വൽ ഇതിലൂടെയും കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഒരുക്കി കൊടുത്ത് ശബരിമലയെ ലോകത്തിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറ്റാനായിട്ട് ഈ പിന്നെ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്ന ഈ ഗവൺമെന്റിന് നെഗറ്റീവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ എന്താ പറയുക തങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശബരിമലയുടെ പവിത്രതയും അതിന്റെ യുണീക്കായിട്ടുള്ള പരിപാവനമായിട്ടുള്ള അതിന്റെ പ്രശസ്തിയെയും ഇകഴ്ത്തി കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവരാണ് ശരിക്കും വർഗീയവാദികൾ. ഇവരാണ് ശബരിമലയെ ഇടിച്ചു താഴ്ത്തുന്നവര്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ നിയമപരമായ രീതിയിൽ എന്താണ് ബോധ്യപ്പെടുത്തേണ്ടത് അത് ബോധ്യപ്പെടുത്താനായിട്ട് സർക്കാർ ശ്രമിക്കും, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ശ്രമിക്കും. ഇത് ദേവസ്വം ബോർഡ് നേരിട്ട് നടന്നതാ. ഇപ്പൊ ദേവസ്വം ബോർഡിന് ഒരു അന്തർദേശീയ പരിവേഷമുള്ള ഒരു പരിപാടി നടത്താനായിട്ട് പരിമിതിയുണ്ട്. അത് ഗവൺമെന്റിനെയൊക്കെ ഉണ്ട് അതിന്റെ സഹായങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഔന്നത്യം, അതിന്റെ പിന്നെ എന്താ പറയുക ഒരു പിന്നെ പ്രൊപ്പഗാൻഡ ലോകവ്യാപകമായിട്ട് വരുന്നതിന് എന്തിനാണ് തെറ്റു പറയുന്നത്? ഭരണം ആരാണ് നടത്തുന്നതല്ല നോക്കേണ്ടത്. ഇപ്പൊ കോൺഗ്രസ് ഭരണമാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പിന്തുണയ്ക്കണം. കാരണം നമ്മുടെ ഒരു അഭിമാനമല്ലേ പിന്നെ ശബരിമല എന്ന് പറയുന്നത്. ലോകത്തിന്റെ മുമ്പിൽ ഒരു അഭിമാനത്തല്ലേ ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാ. ലോകത്തിന്റെ വിവിധ മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ 10,000-കണക്കിന് ആളുകൾ വരുന്നു. ഈവൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ വരുന്നു. ഇപ്പൊ കുംഭമേള ഇത്തവണ പ്രയാഗ കുംഭമേളയ്ക്ക് പങ്കെടുക്കാനായിട്ട് പിന്നെ UAE രാജകുമാരി വരെ വന്നു. അവിടെ എന്തുകൊണ്ടാണ്? അതിന്റെയൊക്കെ ആ ശ്രേഷ്ഠമായിട്ടുള്ള പവിത്രത കൊണ്ടാണ് വരുന്നത്. അതിനൊക്കെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ് അവർ ഇത്രയധികം പബ്ലിസിറ്റി കൂടി 422 കോടിയോളം രൂപ പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് UP സർക്കാർ ചെയ്തു. അപ്പോൾ UPയിലേക്ക് ഒഴുകി വന്ന പണം എന്ന് പറയുന്നത് 60,000 കോടി രൂപയാണ്. ആ പൈസയ്ക്ക് വേണ്ടിയല്ല ചെയ്തത്. അപ്പൊ അതുപോലുള്ള തീർത്ഥാടകർ വരുമ്പോൾ നമുക്ക് ആ ക്ഷേത്രത്തിന്റെ ഉന്നതിയോടൊപ്പം ആ പ്രദേശത്തിന്റെ ഉന്നതികളും അങ്ങനെ അത് ലോകത്തിന് മുമ്പിൽ വലിയൊരു എന്താ പറയുക ഒരു വലിയൊരു ഒരു തീർത്ഥാടന സംഘമായിട്ട് മാറുന്നതിനെ എതിർക്കുന്നവര് സത്യം അവരാണ് രാഷ്ട്രീയം കാണുന്നത്. ശബരിമലയിലുള്ള ശ്രേയം കൊണ്ടല്ല, അത് വെറും രാഷ്ട്രീയപരമായിട്ട് ശബരിമല ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതിനുള്ള തിരിച്ചടി ജനങ്ങൾ നൽകും. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഈ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിലപാട് തിരുത്തുന്ന വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ ദേവസ്വം ബോർഡ് നീക്കം നടത്തുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ആർക്കൊപ്പമാകും നിൽക്കുക? സർക്കാരിന് ഏത് നിലപാടാകും സ്വീകരിക്കുക ഈ സ്ത്രീ പ്രവേശന വിഷയത്തിൽ? സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഗവൺമെന്റ് നിലപാടിനേക്കാൾ ഉപരിയായിട്ട് സുപ്രീം കോടതി വിധിയെ മാനിക്കുക എന്നുള്ളതാണ് 2018 കാലഘട്ടങ്ങളിൽ സർക്കാർ എടുത്തത്. 2019 കാലങ്ങളിലൊക്കെ ഗവൺമെന്റിന് സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഗവൺമെന്റ് സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് നിയമമാണ്. അത് പാലിക്കാനായിട്ട് ബാധ്യസ്ഥരാണോ ഈ ഇന്ത്യയിലെ ഓരോ പൗരനും ഓരോ സംഘടനയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് വരെ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് സംസ്ഥാന സർക്കാരും. അതുകൊണ്ടാണല്ലോ കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീ പ്രവേശനത്തിന് ആവശ്യമായ സുരക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ആഭ്യന്തര വകുപ്പ് ലെറ്റർ കൊടുത്തത്. മുഖ്യമന്ത്രി അത് അക്കാലത്ത് പിന്നെ പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലേ. അപ്പൊ അതുകൊണ്ട് നിലപാട് എന്താണെന്നുള്ളവരും അത് നിയമോപദേശം തേടി
ഇപ്പോൾ ഇത് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിലാണ് ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അത് എല്ലാവരുമായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് സർക്കാരിന്റെ നിലപാട് അത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും. ആ നിലപാട് എന്താണെന്ന് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അത് സർക്കാർ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കത്തില്ല. അത് നിസ്സംശയം തന്നെ പറയാം. ഇപ്പോൾ ശബരിമല ശാന്തമായിട്ട് വളരെ അടുക്കും ചുറ്റോടുകൂടി ഒരു പരാതി ഇല്ലാതെ ശബരിമല തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുക. അതിന് വിഘ്നം വന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കുറെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി നെഗറ്റീവ് വാർത്തകളൊക്കെ കൊടുത്ത് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് കരുതുന്നവര് വിട്ടികളുടെ സ്വർഗത്തിലാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. കാര്യത്തിൽ BJP RSS BJP-ക്കാരുടെ RSS കുമ്മനം രാജശേഖരനെ പോലുള്ളവരുടെ നിലപാടുകൾക്കുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകും. ഒരു തർക്കമില്ല കാര്യത്തിൽ. ഇവരെ ആദ്യം സ്നേഹിക്കേണ്ടത് ശബരിമലയാണ്, അതിന്റെ യുണീക്നെസ്സിനാണ്, അതിന്റെ മതേതര ഭാവത്തെയാണ്. അത് അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് കേരളത്തിലെ ജനങ്ങൾ ആ ശബരിമല ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ തന്നെ മറുപടി കൊടുക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.